ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത്. ആത്മാ ഏവ ഹി ആത്മനഃ ബന്ധുഃ ആത്മാ ഏവ റിപുഃ ആത്മനഃ. വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ. നമ്മളോട് നിങ്ങൾ ചോദിക്കുകയാണ്, സ്വാമിക്ക് ഭഗവത്ഗീതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം ഇതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഭഗവത്ഗീതയിൽ. നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുക ഇതിനെ. എല്ലാം ഗംഭീരം തന്നെ, പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയാം. ഉദ്ധരേത് ആത്മന ആത്മാനം. ആത്മന ആത്മാവ് കൊണ്ട്. എന്താത്മാവാണ്? തന്നെ കൊണ്ട്. ആദ്യം പറയാം, തന്നെ ആത്മാനം ആത്മാവിനെ ആത്മാവ് കൊണ്ട് ഉദ്ധരിക്കണം. പറയണു, ആത്മാനം ആത്മാവിനെ ന അവസാദയേത് താഴ്ത്തരുത്, അതിനെ ക്ഷീണിപ്പിക്കരുത്. ഹി എന്തെന്നാൽ ആത്മനഃ ബന്ധു, ആത്മാവാണ് നിനക്ക് ബന്ധു. ആത്മാവേവ ആത്മനഃ റിപുഃ, ആത്മാവ് തന്നെയാണ് ആത്മാവിൻ്റെ ശത്രു. റിപുഃ ആത്മാവേവ, ശത്രുവും ആത്മാവ് തന്നെ. ഇപ്പം ഉദ്ധരേത് എന്ന് പറഞ്ഞാൽ ഉയർത്തുക. ആരെ? നമ്മളെ. എങ്ങനെ ഉയർത്തണം? ആരെയാണ് ഉയർത്തേണ്ടത്? ചോദ്യം. ആരാണോ താഴ്ന്നു കിടക്കുന്നത് അവനെ. അവതാരം എന്ന് പറയുന്നത് അതാണ്, ഇറങ്ങി വരലാണ്, എന്നിട്ടോ ഉയർത്തലാണ്. അവതരതി ഇതി അവതാരഃ, താഴേക്ക് ഇറങ്ങി വരിക. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നത് എന്തിനാണ്? ഉദ്ധാരണത്തിനായിട്ട്, ഉയർത്തുന്നതിനായിട്ട്. അപ്പോൾ ഉദ്ധരേ എന്ന് പറയുമ്പം താഴെ കിടക്കുന്നവനാണ് ഉദ്ധരിക്കേണ്ടത്. എങ്ങനെയാ ഒരുവൻ താഴേക്കാകുന്നത്? അവൻ്റെ സങ്കല്പങ്ങളെ കൊണ്ട്, വികലമായ സങ്കല്പങ്ങളെ കൊണ്ട്. ഒരുവനെ താഴ്ത്തിയത് അവൻ്റെ മനസ്സാണ്. ഇപ്പം ഇവിടെ ആത്മനഃ എന്ന് പറയുമ്പം മനസ്സ് എന്നും, ആത്മനഃ എന്ന് പറയുമ്പം ബുദ്ധി എന്നും മനസ്സിലാക്കിക്കൊള്ളണം. ആത്മശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്. അപ്പൊ ആത്മന ആത്മാനം ഉദ്ധരേത് എന്ന് പറയുമ്പം ആത്മാവ് കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം എന്ന് പറഞ്ഞാൽ വിവേകമാർജിച്ച മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്. അതെവിടുന്നാണ്? ശാസ്ത്രം ഗ്രഹിച്ച, ശ്രവിച്ച, പൂർവികന്മാർ പറഞ്ഞു തന്ന, അനുഭവസ്ഥര് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ആശയങ്ങളെ കൊണ്ട്. ആരെ ഉയർത്തണം? തളർന്നതിനെ. തളർന്ന മനസ്സുണ്ടല്ലോ, തളർന്ന മനസ്സിനെ ഉദ്ധരേത്, ഉണർത്തണം. ആര്? നീ തന്നെ. വേറെ ആർക്കെങ്കിലും നിന്നെ സഹായിക്കാൻ പറ്റുമോ? ഭഗവാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അർജുന, നിനക്ക് ഞാനുണ്ട് എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. നിനക്ക് നീ മാത്രമേ ഉള്ളൂ. നീ അനുവദിക്കാതെ നിന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മളോടാ പറയുന്നത്. നാം അനുവദിക്കാതെ നമ്മളെ ഒരാൾക്കും തളർത്താനോ ഉയർത്താനോ സാധ്യമല്ല എന്ന് പറയാം. നമ്മൾ വീണാൽ തന്നെ നമുക്ക് പറയാൻ വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. വീണു എന്ന് നമ്മൾ പറയരുത്. വിചാരങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട മനസ്സിൻ്റെ കൂടെ നീ യാത്ര ചെയ്യരുത്. നീ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ അർജുനൻ ആത്മഹത്യ ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നീ അങ്ങനെ ആത്മഹത്യ ചെയ്യാനൊന്നും തീരുമാനിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ആളുകൾക്കൊക്കെ ഉള്ള ധാരണ ഏതാണ്? എന്തെങ്കിലും എന്നാ മരിക്കുക തന്നെ അല്ല എന്ന് പറയാം. ഉദ്ധരേത്, ഉയർത്തണം. നമ്മളെ ഉണർത്തണം. ന ആത്മാനം അവസാദയേത്. ആത്മനഃ ബന്ധുഃ, നീ നിന്റെ ബന്ധുവാവുന്നു എപ്പോൾ? നീ ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത്.